റിച്ചി, രഘു ഇപ്പൊ എന്തൊരു വിചാരിക്കണം അറിയാവോ? കൽക്കത്തയിലെ വലിയ മാഫിയ ഗാങ്ങിൽ നിന്ന് വരെ രക്ഷപ്പെട്ടു. പിന്നെയാണ് ഈ ചൂണ്ടങ്ങ വലുപ്പത്തിലുള്ള പയലെടുത്ത് ഞാൻ പെടാൻ പോണത്. അയ്യോ റിച്ചി, ആ ബാഗില്ലാതെ എനിക്ക് ദുബൈക്ക് പോകാൻ പറ്റില്ല. ഒന്നും മനസ്സിലാക്ക. നിനക്ക് ബാഗ് കിട്ടിയാലും ദുബായിക്ക് പോകാൻ പറ്റില്ല. നീ എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. റിച്ചി പ്ലീസ്. മുരുകേഷ്, നിനക്കൊരുത്തൻ ജീവൻ തിരിച്ചു തന്നിട്ട് ഓടാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? കാലിൽ വീണ് കടവുളെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ ഓട്ടോ. സി, നിനക്കത് മനസ്സിലായി, പക്ഷെ നമ്മുടെ നരിക്കത് മനസ്സിലാകില്ലല്ലോ. എടാ, നീ എൻ്റെ അടുത്ത് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നീ ഓടിപ്പോയി. നിന്റെ അടുത്ത് ഓടിപ്പോകാൻ പറഞ്ഞപ്പോൾ പോകാതെ നിന്റെ അടുത്ത് വന്നിരിക്കാനോടാ. അവനെ കൊല്ലണമെന്ന് റിച്ചി വിചാരിച്ചിട്ടൊന്നുമില്ല. അവന് രഘുവിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്, കടുത്ത ദേഷ്യം. എന്തരായാലും രണ്ടുപേരും ചെറുപ്പത്തിലെ കൂട്ടുകാരല്ലേ. എല്ലാ ദേഷ്യവും മറന്ന് ആ ബാഗുമായി അവൻ്റെ അമ്മയടുത്ത് വിട്ടേക്കാന്ന് വിചാരിച്ചതാ. അതിനിടയിൽ ആ രഘു ചിലരെ നന്നാക്കാനേ പറ്റൂല.